എന്താ മനോഹാരിതല്ലേ നമ്മുടെ നാടിന്റെ. എന്നാ അതിന്റെ അരങ്ങ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് വെച്ചാല് പുഴയുണ്ട്, മറ്റേ ഇതുണ്ട്, കണ്ടുണ്ട്, കടലുണ്ട്. കടൽ കുറച്ച് ദൂരെ പോണം. എന്നാലും മറ്റേ കുന്നുണ്ട്, മലയുണ്ട്, എല്ലാ സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. അതന്നെ ചുറ്റും കുന്നാൽ എന്നല്ലേ. അപ്പൊ നമ്മളെ പരിപാടി വെച്ചാല് നമ്മൾ ഓരോരോ സ്ഥലം നമ്മളെ കാണിച്ചു തരത്തിലാവില്ലേ? അതന്നെ നമ്മൾ ഇന്റർവ്യൂ ഇങ്ങനെ കാണിച്ചു തരും. നമ്മളെ നാട് നമ്മള് സ്കൂളിലെ നാട്. ഇത് നമ്മളെ സ്കൂളാണ്. നമ്മളെ പഠിച്ച ഞാൻ രാവിലെ പഠിച്ച UP സ്കൂൾ ഹൈസ്കൂളാണ്. നീ വലിയ സീമൊക്കെ അണ്ടിമാവാ മൂടിയിട്ടാണ് നമ്മളുണ്ടല്ലോ രാവിലെ ഈ മൊട്ടപ്പ സ്കൂളിലേക്ക് ഈ കാണുന്ന വഴിയില്ലേ, ആ റോഡ് നമ്മളെ നാട് വരുന്ന റോഡാണ്. ഇപ്പൊ ഈ കടത്തിട്ടേക്കടെ നടന്നിട്ട് ഈ കുന്ന് കയറിയിട്ടാണ് നമ്മൾ സ്കൂളിലെത്തി പണ്ട്. നല്ല രസമുണ്ട്. എന്നിട്ട് നമ്മളെ ചോറ് കൊണ്ടുവന്ന ചോറിലല്ലേ ഈ അണ്ടിമാവിന്റെ മുകളിലൊക്കെ എടുത്തോക്കല്. 5 കൊല്ലം നമ്മീലെ കൂടെ നടന്നിട്ടല്ലേ? 5 കൊല്ലം നടന്നിട്ട് സ്കൂളിൽ വന്നേ. എത്രയോ 3 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഉണ്ടോ? ഇത് ആടുന്ന ഇടത്തേക്ക് 5 കിലോമീറ്റർ ഉണ്ടാവും. 5 ഉണ്ടാവില്ല, 4 ഉണ്ടാവും. 3 ഇടത്തേക്ക് നമ്മളിങ്ങനെ നടന്ന് കുന്നെല്ലാം കയറുമ്പത്തേക്കന്നെ. കുന്നെല്ലാം കയറി വരുമ്പത്തേക്ക് ഈ കുന്നും മലയും കയറിയിട്ട് നമ്മ സ്കൂളിൽ പോയി. എനിക്ക് പഠിച്ചാ അമ്മ എന്ത് കളി കളിക്കുന്നേ. അപ്പൊ സംഭവമായിട്ടല്ല, ഈ അണ്ടിമാവിന്റെ മുകളിൽ നമ്മൾ ചോറിലങ്ങോട്ട് കെട്ടിത്തോക്കും. എന്നിട്ട് ഉച്ചക്ക് വന്നിട്ട് അണ്ടിമാവിന് ചോറിലെടുത്തിട്ട് ആരെല്ലാം ചോറിലെടുത്തിട്ട് ആരെല്ലാം തിന്നലുണ്ട്. ലൈഫായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു നാടായത് കിടിലൻ നാട്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കിടിലൻ കുക്കിംഗ് ആണ്. കുക്കിംഗ് നമ്മൾ ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആക്കുന്ന സാധനം 2-3 കഷ്ണം എടുത്ത് നമ്മൾ ടീച്ചർമാർക്കെല്ലാം കൊണ്ട് കൊടുക്കാനാവില്ലേ? സത്യം പറഞ്ഞാലും നമ്മൾ ആടെല്ലാം വെള്ളം കയറിയിട്ട് നമ്മ ആക്കുന്ന കാള് വലിയ മുങ്ങിയിട്ടില്ല, കാണുന്നില്ല, മൊത്തം വയലിലെ വെള്ളം വലിയ വെള്ളം കയറി മുങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളെ കുക്കിംഗ് വീഡിയോ ഇന്ന് ഇടുന്നുണ്ടാക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഈ കുക്കിങ്ങിന് വീഡിയോന് മുമ്പിൽ ഒരു സംഭവം നമുക്ക് പറഞ്ഞുതരാം. ഇത് എന്ത് സാധനത്തിന് കുക്കിംഗ് തമ്പിലേയും കണ്ട എല്ലാവർക്കും മനസ്സിലായിരിക്കും. പക്ഷെ ഇതിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് അത് ആദ്യം കണ്ടിട്ട് വരാവില്ലേ? അത് നിങ്ങൾ കണ്ടിട്ട് നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. അപ്പൊ നല്ല ചർജറ പെയ്യുന്ന മഴയത്ത് കൊയ്യൊക്കെ കിട്ടിയ. അപ്പൊ നല്ല മലിഞ്ഞ പിടിക്കാൻ വേണ്ടിയല്ലേ കൊയ്യിനെ ഇട്ടിട്ടുണ്ട്. നീയതാ കളിക്കുന്നത്. ഇതന്നെ മീനെ പിടിക്കാനാണ് നമ്മ ഇന്ന് വന്നിട്ടില്ല. കിട്ടി, സാധനം കിട്ടി. കിടില നല്ല മഴയത്ത് കിട്ടുന്ന സാധനം മലിഞ്ഞീന്. പക്ഷെ ഇത് ചെറുതാ. നിന്റെ വലിയ സാധനം അതമ്മനുണ്ട്. 250 പിടിച്ചിട്ട് പോകുന്നില്ല. എന്തിനാ പിടിക്കണ്ടാവല്ലേ? അപ്പൊ ഇതാണ് ശരിക്കും രാവിലെ മലിഞ്ഞും പോലും. നമ്മക്കെന്താ പിരാന്നുണ്ടെങ്കിൽ ഇല്ല. നിങ്ങൾ വെള്ളം കാണിച്ചിട്ട് തീ കാണിച്ചോട്ടെ. വേണ്ട, വലിയ ചർജറപ്പഴിയൊന്നും മഴയത്ത് നമ്മളെ വന്നിട്ട് ഒഴുക്ക സുനാമിയാ. സമ്മൂടല്ല ഇത് കണക്കത്തെ ഒരുപാട് സാധനങ്ങൾ ചൂണ്ടിയിട്ട് കിട്ടുന്ന പറഞ്ഞത് പറഞ്ഞാണ്. നല്ല കിടില സാധനല്ലേ? കിട്ടില്ല. ഇതാ ശരിക്കും ഇതാ മലിഞ്ഞ പോലെയാവല്ലേ? ഇതാ മലിഞ്ഞിന്. നമ്മളത് മലിഞ്ഞല്ല. അത് പക്ഷെ മുമ്പേ എല്ലാരും തിന്നലുണ്ടേ. നമ്മളെ നാട്ടിലെ മലിഞ്ഞതാ. ഇത് ശരിക്കും നമ്മ പറയും മുണ്ട വലിഞ്ഞ മടകുച്ചു അല്ലേ? അങ്ങനെ മാറില്ലേ രാവിലെ. ഇന്ന് ഇതിനെ ചാകരയാക്കി ഇടുന്നു. മഴയത്ത് നല്ലോണം കിട്ടും. പിടിക്ക അയക്കഴിക്കാ അയച്ച് ചാക്കിലിട. ഒന്നര പള്ളിച്ച കൈ എന്താ പള്ളിന്ന് കൈ നോക്കിയ. രാവിലെ നല്ല അടിപൊളി കാലാവസ്ഥയിൽ വന്നെയാണ്. സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിടുങ്ങനെ മഴ മലവെള്ളം. എന്നാ ഇത് സുനാമിയാ. എന്താ പറഞ്ഞോ? പേമാരിയാ കൈ പേമാരി. നല്ലോണം സാധനം കിട്ടിക്കൊണ്ടിരിക്കുക തുടങ്ങിയതാണ്. അപ്പൊ അതിൽ കാലാവസ്ഥ എല്ലാം മാറി മറിഞ്ഞു. നല്ല ഹെവി സാധനം അടിച്ചിട്ട് ചൂണ്ട 3 വട്ടം പൊട്ടിച്ച്. 6 കുറച്ച് നമ്മൾ വാങ്ങിയിട്ട് 6 5 പൊട്ടിച്ച്. അല്ല 4 പൊട്ടിച്ച്. 2 ചൂണ്ട മാത്രമേ ബാക്കിയുള്ളൂ. എന്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കൊന്നും അറിയില്ല. 2 ചൂണ്ട മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം പൊട്ടിച്ച് തീർത്ത്. എന്തെന്നാ വന്നിട്ട് സുനാമിയാ. എല്ലാവരും നോക്കണ ഇവിടെ നോക്കടാ. അടിച്ചു കയറി വരേന്ന്. അടിച്ചു കയറി വരേന്ന്. അടിച്ചു കയറിപ്പാ. കല്ലില്ലേ? ഈ കല്ലുകിടക്കല്ല സാധനമുണ്ട്. കുറച്ച് സാധനം എപ്പം വന്നിട്ട് എല്ലാവരും 10-20 പിടിച്ചു വന്ന് ഫോട്ടോ ല്ലേ? നമുക്ക് സാധനം കിട്ടാൻ തുടങ്ങിയാലും വലിയ മലവെള്ളം നോക്കിയിട്ട് അങ്ങോട്ട് നോക്കിയ അങ്ങോട്ട് നോക്കാൻ കഴിയുന്നില്ല. പേരടിക്കേക്കല്ലേ വരുന്നു വെള്ളം. ഇടിങ്ങനെ വന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ചിലപ്പോൾ എത്രത്തോളം ഉണ്ടാവുന്നില്ല. ഉണ്ടല്ലേ ഈ വീഡിയോ ഇടും. 5 മിനിറ്റ് അത് നമ്മ ഇടും. അത്രയും കുപ്പായോ ഇത് കടലിൽ നടക്കുന്നുണ്ട് ഇപ്പോ.
ഞാൻ പിടിച്ച് ഓരോന്നും നിർത്താല ഞാൻ മോനെ സാറെല്ലാം റേഞ്ചാണ് ബെൽറ്റുണ്ട് പക്ഷെ ബെൽറ്റ് പേരില്ല മലവെള്ളത്തേടെ കുടുങ്ങിയേ കഴിക്കലാണ് വലിയ പണി രാവിലെ ഇങ്ങനെ കഴിക്കൽ നല്ല രസമല്ലേ വലിയ ടാസ്ക് പണിയാണ് നാണയം കൈ ഒന്നും കേൾക്കുന്നില്ല പറയുന്നേ കൊളുത്ത് കാണുന്നുണ്ടാ ചേച്ച കിട്ടുന്നുണ്ടാ രണ്ടാമത്തെ സാധനമാവല്ലേ രണ്ടാമത്തെ ഒരുപാട് വെള്ളം ഭയങ്കര ഓവർ ആ മീൻ കൊത്തും ഞാൻ നല്ല ഒഴുക്കൊണ്ട് പോയി ഒന്നും മനസ്സിലാകുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല ഭയങ്കര ഒഴുക്കൊക്കെ പോയി അതന്നെ ഇതിനകത്തായിട്ട് വീണ മരിക്കൽ കിടക്കുന്നത് മീൻതുള്ളി 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 വന്നേ ആ അപ്പോട്ടെന്തോ കിട്ടിയോലോ വരുന്ന് വരുന്ന് വരുന്നേ എന്നാ നീ വിചാരിച്ചിട്ട് വന്നില്ല നീ എന്തോ കിട്ടിയറിട്ട് ഓടി വന്നു ഇതെന്താ നീ കാടും പടലെല്ലാം വലിച്ച് കറക്കിട്ടി ഏയ് പൊന്തിക്കേ പൊന്തിക്ക് എന്താ പറയാ ഓരോ ഒന്നൊന്നര ടേസ്റ്റ് ആയിരിക്കും പോയതല്ലേ വന്നാല് ഉരുളിയില് ഏറിയതെല്ലാം പറഞ്ഞ അന്നേരത്ത് ആ ഭയങ്കര സ്ഥലം ഭയങ്കര രാവിലെ സംഭവമല്ല ഇവിടെ നിന്നാഴ്ച ഇപ്പൊ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തൽക്കാലം നമുക്കിവിടെ മതിയാണ് കാരണം ഇത് ഒഴുക്കില്ലാത്ത സമയം വന്നെങ്കിൽ നമുക്ക് ഒരുപാട് വാരി എടുക്കാം നമുക്ക് പറയാനില്ലെന്ന് വെച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ വരുമ്പോ ഇത്ര ഒഴുക്കോ മഴയോ ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് പിള്ളേരെ നമ്മളെ വീട്ടിലും കഴിച്ച് ആരെങ്കിലും പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിടിക്കാൻ വരണ്ട രാവിലെ കുഞ്ഞു പിള്ളേർ തീരെ പഠിക്കുന്ന പിള്ളേർ കാരണം നല്ല ഒഴുക്ക് വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല വീട് കഴിഞ്ഞാൽ കിട്ടൂല അത് വീട് സ്ഥലം പറയുന്നില്ല അപ്പൊ നല്ല ഇന്ന് നാളെ രാവിലെ കൊണ്ടുപോയി വെട്ടി വേഷം ചെയ്യാൻ പോയി 3 കിട്ടിയിട്ടുണ്ട് തൽക്കാലത്തേക്ക് 10 മണി കഴിഞ്ഞ് അപ്പൊ കൊയ്യാൻ രാവിലെ ഡ്യൂട്ടിക്കോട്ടെയാണ് ഇവിടെ കാര്യമില്ല നമ്മ ഒന്നിനും ഓവറായിട്ട് പിടിക്കുന്നില്ല ഇല്ല നമുക്ക് ആവശ്യമുള്ള സാധനം പിടിക്കാം കിട്ടാത്തോണ്ടല്ല ഈ മഴക്ക് കിടന്നിട്ട് കാര്യമില്ല അപ്പൊ പുതിയ വീഡിയോ വരാം ഒന്നും കൂടി പറയുന്നത് പിള്ളേരുടെ അടുത്തേക്ക് വരണ്ട ഭയങ്കര ഒന്നൊന്നരക്ക് രാവിലെ അപ്പൊ നമുക്ക് ഇന്നലെ അവിടെ നിന്ന് കിട്ടിയ തെറിക്കുന്ന നമ്മുടെ നാട്ടില് മുണ്ട മലിഞ്ഞ പറയും രാവിലെ അങ്ങോട്ടില്ല ശരിക്കും മലിഞ്ഞാന്ന് പോലെ ഇത് അപ്പൊ അങ്ങനത്തെ ഒരു 3 എണ്ണത്തിന് നടന്ന് പിടിച്ചോളി എല്ലാം തെറിക്കില്ല അപ്പൊ ഇന്നലെ രാത്രി നമുക്ക് ഇനാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പൊ നമ്മ ഇതിനെ പിടിച്ചിട്ട് രാവിലെ നല്ല കിടിലം പാരട്ട് നമ്മളെ മുട്ടക്ക വരട്ട് കിടിലം പാരട്ടിന് പോയത് ഇതാണ് നമ്മളെ മുട്ടക്ക സ്കൂള് ആ മുട്ടക്ക് വരട്ടായിരുന്നു ഇതാണ് മുട്ടക്ക് വരട്ട് നോക്കട്ടെ അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പൊ ഇതിന്റെ തൊലിക്ക് വല്ലാണ്ട് പഴുക്കുണ്ട് അപ്പൊ അതിന് ഉരക്കാൻ നല്ല പാറയിൽ എടുത്തിട്ടുണ്ട് ഇട്ട് ഉരച്ച് ക്ലീൻ ആക്കി എടുത്ത് വന്നിട്ട് അടുത്ത ബാക്കി സെറ്റ് ആക്കി തരാം അല്ലേ അപ്പൊ അത്രയും ഒന്നും വലിയ വീഡിയോ നല്ല ചെറിയൊരു കുട്ടി വീഡിയോ അപ്പൊ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അല്ലേ ഇത് മറ്റേ കരിവി പുരട്ടി പുരട്ടിയെടുക്കാൻ വേണ്ടി പോരല്ലേ അപ്പൊ ഇതിനുണ്ടല്ലോ കുറച്ച് പഴുക്ക് നല്ലോണം ഉണ്ട് പിന്നെ നമ്മളുണ്ടല്ലോ ഇതിന്റെ തൊലികളൊന്നും ഇല്ല രാവിലെ ചില ആള് ഇതിന്റെ തൊലി കളഞ്ഞ് വെക്കും തൊലി കളയാണ്ട് വെക്കും അങ്ങനത്തെ സംഭവം ഉണ്ട് പക്ഷെ നമ്മ ഇതിന്റെ തൊലിയൊന്നും കളിയും പക്ഷെ ഇതിന്റെ വഴുക്ക് മുകളിലെ തൊലി കളഞ്ഞണക്കിന് ഉണ്ടാവും ശരിക്ക് ഇതിനെ ഇട്ട് നല്ല പാറക്കല്ലിട്ട് വരച്ച് വീട്ടിലാന്ന് നല്ല അല്ലെങ്കിൽ ഇവിടെ കിണറ്റിന്റെ പടയില്ലേ കിണറ്റിന്റെ പടക്ക് പോയിട്ട് ഇറക്കുന്ന അറിയില്ലാവില്ലേ അതായത് അതാണ് അപ്പൊ ഇതിന്റെ നല്ല വഴുക്ക് ഒരുപാട് കളയാനുണ്ടാവും അപ്പൊ ഇതിനിട്ട് നല്ല
പുരട്ടി ഇതിന്റെ വഴുക്കളിട്ട് ഒരച്ചൊരച്ച് കളയണം. ഏത് ഇതിനെ കൊണ്ട് വെണ്ണീരിട്ടിട്ട് നല്ല വെണ്ണീരിട്ടാൽ വെണ്ണീരിട്ടിട്ട് ഒരച്ച് കളയണം. കണ്ട ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയാലുണ്ടല്ലോ അല്ലേ തീർച്ച പേരും അതിങ്ങനെ. ഓ മൈ ഗോഡ്, എത്ര വട്ടം നിന്റെ ഇതെല്ലാം പോയത്, ബൈക്കെല്ലാം പോയത്. രാവിലെ നമ്മ പ്ലാൻ ഒന്ന് മാറ്റിന്ന് വെച്ചാൽ സംഭവം ഉണ്ടല്ലോ, നമ്മളെ പിടിച്ച എന്റെ കൊയ്യൻ പറഞ്ഞ് അതിന് തൊലി പൊളിക്കണം. അപ്പൊ തൊലി പൊളിച്ചാൽ തിന്നാ അവർക്ക് മനസ്സിലെന്തോ പ്രശ്നം, തൊലി വിളിച്ചാലേ തിന്നൂല. ഞാൻ പറഞ്ഞ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇത് കണക്ക് നല്ല വൃത്തിക്ക് തൊലി വിളിച്ചേരാ, കളിമിട്ട് സമയം കളഞ്ഞ് നമ്മളുണ്ടല്ലോ. നമ്മളെ ആ സമയത്ത് തന്നെ ഈ തൊലി കളിയില്ല, തൊലിക്ക് പ്രത്യേകം നല്ല ടേസ്റ്റ്, അങ്ങനെ കർക്കറുന്നല്ലേ, നല്ല ടേസ്റ്റ്. അപ്പൊ ഇത് ഇവർക്ക് പിടിക്കാത്തതാണ്. എന്തായാലും തൊലി വെച്ചക്ക ഒരേ വിളിതാ ഇങ്ങനെ പോയി. അതിന് വരും. തുണി കിട്ടിപ്പോയി. അപ്പൊ ഇത് ഈ തോലിന് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചക്കര കൊണ്ടത് ചൊറിയാന്ന് അടക്കിടക്ക്. അപ്പൊ ഒന്നും കൂടെ ഉരിക്കാനുണ്ട്, അത് വിളിച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഇറച്ചിയുണ്ട്. കിടിലേ. നല്ല പീസല്ലേ. പിന്നെ സംഭവം രാവിലെ നമ്മിന്ന് ധൈര്യത്തിൽ വന്നറിയാ. ഇന്ന് നമുക്ക് ഇതുണ്ട്, നമ്മളെ കേരവൻ ഉണ്ട്, സ്വന്തം കേരവൻ. ആ വീടെല്ലാം കൂട്ടിയ വണ്ടിയിലടാ കേരവനില്ലേ, ക്ലാസ്സിലെ ബസ്സൊക്കെ അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പുറം ഉണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. അഥവാ മഴ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പാഞ്ഞു അതിൻ്റെ ഉള്ളിൽ കുക്കിംഗ് നടത്താം. പ്രകൃതി കണ്ടോട്ട് വെച്ചിട്ട് കിട്ടൂല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കേരവൻ വാങ്ങിയിട്ടുണ്ട്, അത് പോകുന്ന പോക്കിൽ കാണിച്ചു തരാം നമുക്ക്. കേരവൻ ഒന്നൊന്നര കേരവനാണ്. അവരെല്ലാം മുറിച്ച് ചെയ്യാനായേ. നല്ല മഴ വരുന്നുണ്ട്. മഴ വന്നാലും നമുക്ക് കേരവന് പോകാൻ കഴിയും. അതാണ് വേറൊരു പ്രശ്നം. മഴ വരാൻ പ്രാർത്ഥിക്കുക. അല്ല, നമ്മളെ കേരവന്ന് കാണിച്ചു കൊടുക്കണ്ട നമുക്ക്, ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് നല്ല വൃത്തി കഴുകി എടുക്കാൻ വേണ്ടി അതിൽ നല്ല ഒന്നൊന്നര കഴുകലോ, വളരെ ഇഷ്ടം പോലെ ഉണ്ട്. ആയി ഇനിയൊന്നും പരിപാടിയൊന്നുമില്ല. ചെറിയ ചെറിയ മസാലകൾ രാവിലെ, ചെറിയ മസാലകളും പറങ്കിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് കുരുമുളക് കട്ട്, ഉപ്പും കൂടി ഇട്ടാൽ രാവിലെ സെറ്റ്. രാവിലെ കുറച്ച് ആവശ്യത്തിന് സഞ്ചിയിലെ മാട്ടിയ വെളിച്ചെണ്ണ ഇങ്ങനെ ഇടുക. അപ്പൊ കുറച്ച് കരിവേപ്പിലും കൂടെ ഈർന്നിട്ട് രാവിലെ കരിവേപ്പിലും കൂടെ ഈർന്നിട്ടിട്ട് ഒരു കൊയ നോക്കട്ടെ. നല്ല മണമില്ല രാവിലെ, കരിവേപ്പിൻ്റെ മണം വേറെ തന്നെ കേട്ടാ. കുറച്ച് കുരുമുളകായി കയറ്റി കൊടുക്കട്ടാ. കുറച്ച് കുരുമുളക് കയറ്റിട്ടുണ്ടെങ്കിൽ പൊളിക്കും. അങ്ങോട്ടൊക്കെ മാറ്റുന്നു. മതി സാധനം ഇതാ നല്ല കിഡില്ലതാ. നല്ല മസാല അടുപ്പിച്ചിട്ടാവല്ലേ ഒരു അരമണിക്കൂർ നിൽക്കട്ടെ. ഒരു അരമണിക്കൂർ എടുക്കട്ടെ രാവിലെ സമ്മൂടില്ലാവല്ലേ, ഒരു അരമണിക്കൂർ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ അതുവരെ നമുക്ക് ഇവിടെ തന്നെ എടുത്തിരിക്കാം. അപ്പൊ സ്കൂൾ വിടാനായി രാവിലെ പിള്ളേരെല്ലാം വരാനായി. അപ്പത്തേക്ക് ഒളിപ്പിച്ച് നോക്കണം, അല്ലെ പിള്ളേർ കൊടുക്കേണ്ടി വരും. അപ്പൊ സംഭവത്രയില്ലേ, ഇതൊന്ന് കുറച്ച് അരമണിക്കൂർ ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് ചട്ടീനെ ചൂടാക്കാം. സെറ്റ് ഓക്കെ. അപ്പൊ സംഭവമുണ്ടല്ലോ നല്ല എണ്ണ ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. അത് ഉരുളി ചൂടായി എന്നിട്ട് എണ്ണ വയ്ക്കാൻ പോട്ടെന്ന് പറയുന്നു. അങ്ങനെ ഉദ്ദേശിച്ചത് ഉരുളിയെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിനെ ഇട്ടിട്ട് ഒന്ന് ആ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ കൃതാക്കിയിട്ട് നല്ല റൊട്ടിയും കൂട്ടി പിടിക്കണല്ലോ അവർ ഈ മഴ വരുന്നിടക്ക്. അപ്പൊ ഇനി ഇട്ടിട്ടാവില്ല നീ കടന്നിട്ട് അറിഞ്ഞ് മുരിയത്തിട്ടാവൂലേ കരിയാപ്പലയും കൂടി ഇട്ടാല്. അവിടെ കടന്ന് മണക്കത്തില്ല കാണാൻ നമ്മ ഇതിന് സ്പെഷ്യലിസ്റ്റ് ആയോ നമുക്ക് സംശയമുണ്ട്. ഇതിനെ കറി വെക്കുന്നത് അതല്ലേ ആണ്. അല്ല നമ്മളെ പഴയകാല ഓർമ്മകൾ ഞാൻ അയവർക്ക് ചെയ്യുന്ന രാവിലെ. അതെയാ. അല്ല നമ്മളെ ഈ മുട്ടക്ക് ഉണ്ടല്ലോ, നമ്മളെ പട്ടുവത്തിലെ ആയിരിക്കും നമ്മൾ മുട്ടക്കുസ്കു അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. എങ്ങനെ മറക്കല്? അതാണ് നമ്മ അത്ര കുന്നുകയറി കുന്നായതല്ലോ. വീട് ചെയ്തിട്ട് കുക്കിംഗ് അല്ലേ എന്ത് രസം ഉണ്ടാവും. ഇതിനകത്ത് 2 കാശം എടുത്തിട്ട് ടീച്ചർക്കെല്ലാം കൊണ്ട് കൊടുക്കണം രാവിലെ. ടീച്ചർക്ക് ഉറക്കത്തിരുന്നത് ടീച്ചർ വെക്ക് നീ എത്തിയേ കൈപ്പാട്ടിൽ കിടന്ന് പൊരിച്ച്. അപ്പൊ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതാണ് ഫോറസ്റ്റ് രാവിലെ
ഫോറസ്റ്റാ പട്ടും ഫോറസ്റ്റ് ഇന്ന് ഓക്കറല്ലേ ആണ്. അത് പണ്ടത്തെ കണക്കാണ്. ഇപ്പൊ ഒരുപാട് മറ്റേ മയിലും ഇതെല്ലാം വന്നിട്ടാവൂലേ എന്തെല്ലോ ഉണ്ട്. നമ്മളെ ബസ് പോകുന്ന അണ്ണെല്ലാം എടുക്കാം. ഇതാ ഏതോ ബൈക്ക് വന്നിട്ടാ പെട്ടാ. ഒന്നും വലിയ നോക്കണേ. ഇതാ കൊറേ ബൈക്ക് ഉണ്ട്, ആളുണ്ട്, ട്രാക്ടർ ഉണ്ട്. സ്കൂൾ പ്രത്യേക ബെല്ലടിച്ചിട്ട് ക്ലാസ് നിറഞ്ഞു കൊണ്ടുപോകുന്നു. എന്നാ അവസ്ഥ? സംഭവം വീഴുന്നുണ്ട്. എങ്ങനെ കിടന്നാട് വീഴട്ട്. ഈ ശരിക്കും നമ്മൾക്കെല്ലാം കിട്ടുമ്പോ നമ്മിന്റെ തൊലിയൊന്നും ഉരിയില്ല സത്യത്തില്. അതിന്റെ തൊലിയാന്ന് നമുക്കൊരു ടേസ്റ്റ് വേണം. കുറെ ആൾക്കാർ പിന്നെ കുറെ ആൾ ഇതാ ശരിക്കും മലിഞ്ഞും പോലും. പക്ഷെ ചില സ്ഥലത്ത് അങ്ങനെയായിരിക്കും ശരിക്കും മലിഞ്ഞു. നമ്മളെന്തോ കുരുടൻ പമ്പ് എന്താ പറഞ്ഞത്? നമ്മളെ പിടിച്ചു ചേറ്റുപാമ്പ് എന്തല്ലോ കുണ്ടമ്പാമ്പ് എന്തോ പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ടായി. അപ്പൊ സംഭവം ഉണ്ടല്ലോ ശരിക്ക് അത് ഏറ്റവും കൂടി ഔഷധമുള്ളൊരു സാധനം. കാരണം വെച്ചാൽ നമ്മളെ പണ്ടിന്റെ ഈ മൂലക്കുരുല്ലേ അല്ലേ, മൂലക്കുരിന്റെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ പറയുന്ന ഈ മറ്റേ ചോന്നമല്ലി. വീഡിയോ ഇട്ടിട്ട് നമുക്ക് എത്ര ആ സാധനം ഒന്ന് തരുവാ. നമുക്ക് ചെറിയൊരു അസുഖമുണ്ട്. നമ്മൾ അസുഖം ചോദിച്ചിട്ട് നമുക്കറിയാം. കാരണം നമ്മളെ അച്ഛനെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് പണ്ടെടുത്തിട്ട് ഇതിനെ കൊണ്ട് കോണാൻ കെട്ടിട്ട് നടക്കലുണ്ട് രാവിലെ. തൊലിനെ കൊണ്ട് അതിന്റെ മൂലക്കുരിന് അതിന്റെ മരുന്ന് അതിന്റെ തൊലി പോലും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ട്. സംഭവം ചിലപ്പോ ഇതിനും വലിയ തെളിവൊന്നും ഇല്ല. പക്ഷെ പണ്ടില്ലാര് അങ്ങനെ ഉപയോഗിച്ച് പോകുന്ന എല്ലാവർക്കും മാറി ചരിത്രമുണ്ടല്ലോ. അവര് കഴിച്ചോണ്ട് നമുക്ക് കഴിച്ചു. പക്ഷെ നമുക്ക് കോണാനും കെട്ടാൻ പോയിട്ട് കോണാനൊന്നും കെട്ടിയിട്ടില്ല. പക്ഷെ നമ്മനെ കഴിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയായിരുന്നു ആ കാലത്ത് കേട്ടാ. അല്ലാതെ അങ്ങനെ മാറിയിട്ടുണ്ട് പോലും അവരെ ചരിത്രത്തില്. അപ്പൊ നമ്മള് അതിനവിടെ തൊലിയിലും വലിച്ചാണ്ട് അങ്ങനെ തിന്നു. നമ്മുടെ നാട്ടിലെ കിടിലൻ ഔഷധ ഗുണമുള്ള മലിനെ നമ്മളെ ഉരുടി മലിഞ്ഞ് എന്ന് പറയുന്ന ചോദമലിന്. അതിനെ കാണുമ്പോൾ സ്റ്റൈൽ ഉണ്ട്. തിന്നാണ്ടിക്കല് കാണുമ്പോ ഭാര്യ വലിച്ചു തിന്നു. ഇത് മുണ്ടമലിഞ്ഞാണ് നമ്മുടെ നാട്ടിലെ മുണ്ടമലിഞ്ഞ്. ചിലപ്പോ മടമീന് മടമുഷു എന്നൊക്കെ പറയായിരിക്കും. നമ്മളെ മുണ്ടമലിഞ്ഞ അല്ലവിന. രാവിലെ നമ്മള് മുട്ട കടിക്കുമ്പോ ഈ സാധനം നീ പറിച്ചു നോക്കണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും എനിക്ക് എടുത്തിട്ട് ഓടാകില്ല. കൈയോ പൈസ ഇല്ല. ചിലപ്പോ പണ്ട് സുമ മറ്റേ മുന്തിരി എന്നിട്ട് നമ്മളെ ചെറുങ്ങ കുറച്ചൊന്ന് ചരിത്രം. പക്ഷെ അത് കൊറേ ആൾ ഒന്നിനെ കൊറേ ആൾക്ക് എന്തല്ലോ അതിന് കൊറേ ആൾ പൊന്തിരെല്ലാം വന്നിട്ട്. പക്ഷെ ഇത് വേറെന്തോ സാധനം ഞാൻ തൊടുന്നില്ല. കാരണം ചിലപ്പോ ചെറുങ്ങയൊക്കെ ചിലപ്പോ പൊള്ളുന്ന സാധനമാണെങ്കിൽ പൊള്ളും കൈയായിരിക്കും. ഈ സാധനം അറിയുന്നത് കമന്റ് ചെയ്തിട്ടൊക്കെ. ഞാൻ ആദ്യമായിട്ട് കളഞ്ഞ സാധനം മുന്തിരി എന്നിട്ട് ബാക്കിയുണ്ടോ രാവിലെ ണ്ടോ? ഓ നീ ഇതൊരു കഴിഞ്ഞ ഇങ്ങോട്ട് നോക്കിയാ ഇത് ഇടുന്ന നൈസ് നോക്കി നടന്നത് കരിയും. എത്രയോ ഉണ്ടല്ലേ ആടിയെല്ലാം കാണുന്നുണ്ട് സാധനം. അടിപൊളിയായിട്ട് നോക്കട്ടെ. മുരിഞ്ഞു വരുന്നുണ്ട്. രാവിലെ ഒരു നല്ല അടിപൊളി ഉള്ളി മുറിക്കുന്നുണ്ട്. ഓ മുറിക്കും മുറിക്കും നല്ല സ്ലൈസ് ആക്കിട്ട് ഇടല നമുക്ക് രാവിലെ. ഇടലാൻ പോലത്തെ ഉള്ളി മുറിക്ക് രാവിലെ സെറ്റായിട്ട് സാധനത്തെ ഉള്ളി മുറിക്കാം. നമുക്ക് സെറ്റായി അടുത്ത മഴക്ക് മുമ്പ് നമുക്ക് കൊടുത്തു. എന്റെ മുമ്പ് വലിയ പേമാരി വരുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ കയറുന്നൊരു മിക്കവാറും നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ടാ. സാധനം നോക്കട്ടെ. വറുത്ത് കോരി എടുത്തിട്ടില്ല. ഇത് വരുന്നില്ലടാ. ആണ്ടതാ നോക്കിയാ നല്ല വറുത്ത് കോരിയ എണ്ട മലിഞ്ഞ് ഗ്യാസിന്റെ കുറ്റി കുറച്ച് മല്ലിച്ചപ്പിട്ട നല്ലൊരു ഫ്ലേവർ ഉണ്ടോ. നല്ലോണം വീട്ടെ അതിന്റെ അരങ്ങ് കണ്ട. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ പൊളിക്കല്ലേ. അതിന്റെ ഒരു ഫ്ലേവറും കൂടി നോക്കിയേ. കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. നല്ലൊരു ഫ്ലേവറും വന്നില്ലേ. ഇതിപ്പോ പെറുക്കിപ്പറിക്കായിരിക്കണം. ഇന്ന് ലീവല്ലേ? ഏത് മദ്യം വരുമ്പോഴത്തേക്ക് ഇനാശേരി ദിനായിരുന്നു. അതുകൊണ്ട് ഇന്ന് മദ്യത്തിനെ പറ്റി ഇതെല്ലാം കാണുമ്പോ ചിന്തിക്കുന്നോട് പറയുന്നത് ഇന്ന് ലീവാണ്. മദ്യം വരുമ്പോഴത്തേക്ക് ഇനാശേരിന്ന് നടക്കൂലേ. അപ്പൊ നമ്മളെ സംഭവം സെറ്റ് ആയി രാവിലെ കുറച്ച് ബ്രെഡ് വെച്ചിട്ട് അലങ്കരിക്കാനല്ല ഇതിനെ കൂട്ടി തിന്നാനൊന്നും വേണ്ടേ. ബ്രെഡ് നല്ല രസം ഉണ്ടാവുമായിരിക്കില്ലേ അല്ലേ. സാധനം കൂരുവാ ഇതിന്റെ മുകളിലിങ്ങനെ ഇതിൽ ഉരുണ്ട് കൊണ്ട് പോകാന്നല്ല. ഓ ഇതല്ല നോക്കിയാ ഇങ്ങനെ വെക്കുക. 2-3 ഉള്ളി കഷ്ണങ്ങൾ ഇട്ടാലുണ്ടല്ലോ സാധനം സെറ്റായി. സാധനം സെറ്റായി. അപ്പൊ സാധനം സെറ്റായിന്റെ രാവിലെ പുതിയ സാധനം എന്നാ അങ്ങ് കൊണ്ടക്ക് ഒരു കാരണം വർക്ക് കൊടുത്തിട്ട് ആദ്യം അങ്ങനെ ഒന്നെ എടുത്തിട്ട് പുതുങ്ങല്. മൂന്ന് കേട്ടിട്ട് അതെന്നാണ്
കുരുമുളക് കൊണ്ട് കുടിച്ചിട്ട് അങ്ങനെയാ ഇത് റൊട്ടി കൂട്ടി കുന്നുണ്ടല്ലോ അല്ലേ റൊട്ടി ഭയങ്കര നിങ്ങൾ റൊട്ടിയിൽ വെക്കുക എന്നിട്ട് ഒരു ഉള്ളി കഷ്ണത്തിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ മടക്കുക കേട്ടോ അതുകൊണ്ടല്ലേ. അപ്പം ഇതാണ് നമ്മളെ മലിഞ്ഞ് തിന്നല്ലോ അല്ലേ മുണ്ട മലിഞ്ഞ് ഫ്രൈയും റൊട്ടിയും ഇങ്ങനെ ഈ ബൈബിളിൽ തിന്നല് എന്താ രസമല്ലേ. അതന്നെ നിങ്ങളെ വൈബും പിടിച്ച് തിന്നലെല്ലാം മതിയങ്ങായി നമ്മുടെ പച്ചക്കലാ. ആക്കിട്ട് കടിച്ചിട്ട് നല്ല സാധനം അടുക്ക് മാത്രമേ ഒരു മുള്ളുണ്ടാവും പക്ഷെ കുറച്ച് നെയ്യ് അധികം ഉണ്ടാവട്ടെ ഇതിന് മലിഞ്ഞിന് നല്ല രസമുണ്ടല്ലേ. നോക്കി തിന്നാൻ ബേക്കൽ റൊട്ടി വെച്ചിന് ആര് കാണാണ്ടൊക്കെ ഓടിച്ചിട്ട് പിതുങ്കൽ അങ്ങനെ തന്നെ എടുത്തിട്ട് എന്നിട്ട് അതിനകത്ത് നടക്കൂല ബേക്കെന്ന് ഓരോന്നോരോന്ന് ബെല്ലിങ്ങനെ വെളിയിൽ എടുക്കല്. അപ്പൊ സമ്മൂടല്ല രാവിലെ നീ ടേസ്റ്റ് നോക്കിട്ട് ഞാൻ പറയാം. എന്തൊക്കെ ബാക്കിണ്ടാ അവനിത് കൊയ്യനെ കുറച്ച് ബാക്കി വെക്കണം. ഇനി ഒന്ന് ടേസ്റ്റ് ആക്കാം. ഇങ്ങോട്ട് വാ ചെറുതെടുക്കറാ വലുതെടുത്തോണ്ട് വലുതന്നെ എടുക്കണോ നിങ്ങൾ 4-5 തോന്നി എന്നിട്ട് അന്ന് നല്ല കൊച്ചതിന്റെ പറയൂ അടുത്ത് തിന്നണ്ടേ നോക്ക് സോഫ്റ്റ് ഇറച്ചി ഇങ്ങനെ വരുന്നു ചൂടല്ലേ തിന്ന് തിന്ന് കുറച്ച് ബ്രെഡും കൂടി തിന്ന്. അപ്പൊ സംഭവം ഇത്രയും രാവിലെ ഞാൻ ഇനി വീടെടുക്കുന്ന സാധനം കിട്ടൂല സൈനികെല്ലാം വയ്യപ്പോ ഓക്കെ. അപ്പൊ രാവിലെ അപ്പൊ മുണ്ട മലിഞ്ഞിനും ബ്രെഡും അടിച്ച് തീർന്ന് ഇനി കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണം. അവർ വേണമെന്ന് പറഞ്ഞാൽ കുറെ അറിയാൻ ആൾക്കാരല്ലോ അല്ലേ ഓർക്കെല്ലാം കൊണ്ട് കൊടുക്കണം. കുറച്ച് നമ്മൾ മാത്രം തിന്നൂല മേലെ കൊടുക്കുമല്ലോ അല്ലേ ഇത് ബാക്കിയില്ലോണ്ട്. അപ്പൊ സംഭവം അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ നല്ല കിട്ടില്ല നല്ല ഞമ്മ പറയുന്നത് രാവിലെ ഈ മലവെള്ളത്തിൽ നിന്നും ആരും മീൻ പിടിക്കുന്ന പോലാട്ടെ രാവിലെ പിള്ളേരൊന്നും അതാ വെള്ളം എന്നറിയാം അമ്മേടെ വീട്ടിലെങ്കിൽ അങ്ങ് മറ്റേ കൊട്ടിലപ്പാക്കാറ്റുണ്ടോ മഴ അടിച്ച് കളിക്ക് ചത്തിട്ടുണ്ടാവും. അപ്പൊ സംഭവത്തിലും ആരും മലവെള്ളത്തിൽ നിന്ന് ഏടി മീൻ പിടിക്കാൻ വേണ്ട നമ്മ പോകുമ്പോ വെള്ളം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളെ ജീവിതം പോയി പോന്നു. അപ്പൊ സംഭവം അത്രയിലും നമ്മുടെ വീഡിയോ അവസാനിക്കുന്ന പുതിയ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ കേരളം കാണിച്ചാലേ കേരളം എടുക്കാൻ പറ്റില്ലതാണ് കാരണം മഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളം കൊണ്ട് കാര്യമില്ല. അപ്പൊ കേരളം കാണിച്ച് കേരളം എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അടുത്തൊരു നല്ല വീഡിയോയിൽ കേരളം എടുത്തിട്ട് കുക്കിങ്ങിനാക്കാം. നമ്മളെ കേരളം പരിചയപ്പെടുത്തരാൻ കേട്ടോ. ഇതാണ് നമ്മളെ കേരളം നോക്കട്ടെ. അപ്പൊ ഇത് നമ്മളെ കേരളം കിട്ടുന്ന സംഭവമാണ്. മഴ കൊള്ളൂല അങ്ങനെ സംഭവം കുക്കിംഗ് എല്ലാം നടത്തല്ലേ അതന്നെ കണ്ട അതിനിപ്പോ ഇരിക്കാൻ ചങ്ങല കിട്ടിട്ട് മുകളിലിരിക്കാം. അത്രയില്ല ഇതിപ്പോ നേരെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് അല്ലേ സെറ്റ് സാധനം. അപ്പൊ നമ്മളെ പുതിയ കേരളമാണ്. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് നമ്മൾ അടുത്തത് വേറൊരു കുക്കിംഗ് ഇതിനകത്ത് വരുമല്ലോ അല്ലേ. മഴയില്ലാത്തോണ്ട് ഈ കേരളം ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പൊ സംഭവം അത്രയുള്ളൂ. നല്ല സ്പേസ് ഉണ്ടല്ലേ സ്പേസ് കിട്ടില്ലല്ലേ നോക്കട്ടെ. മാസോടി 200 രൂപ തറപ്പയ്യാണ്. അപ്പൊ സംഭവം അത്രയുള്ളൂ. അപ്പൊ പുതിയ വീടാണെന്ന് പറയാല്ലേ. ഓക്കെ ടീക്കെ അയക്കണത് ഒരു കേരവരാക്കലും കൊണ്ട് ചെയ്യാണ്ട് അടക്ക് അയ്യോ ഇപ്പൊ വണ്ടി വിളിക്കാം മനുഷ്യന്മാരെ. യാമന മഴ എടുത്തരാവൂലേ ഇടിലം മഴ. അപ്പൊ നമ്മ നിന്ന സ്ഥലം കാണണ്ടേ. നമ്മ നിന്ന സ്ഥലം എന്ന് പറയുന്നതാ ഇവിടുന്ന് നമ്മ കുക്കിംഗ് നടത്തിയത് ആ ചെരുവിൽ അല്ല അല്ലേ. ആ ചെരുവിൽ നിന്ന് നമ്മ കുക്കിംഗ് നടത്തിട്ട് ഇവിടെ എത്തിയത്. നോക്കിട്ടെ ഏതാ മഴ നോക്കിട്ടെ. നല്ല കിട്ടില്ല മഴ ഇരുന്നേ കിട്ടില്ല വെച്ചാൽ കിട്ടില്ലേ. യോമനല്ലേ നാട്ടിപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ട് എല്ലാം തമിഴന്മാരുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് പണിയെടുക്കുന്നവര് 60 അപ്പൊ പോവാ മഴ പോവാ.